ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 11ാം ക്ലാസ്സിലെ അധ്യായം 9 ക്രിസ്തീയ ജീവിതം തിരുവചനാധിഷ്ഠിതം. ദൈവവചനം നിങ്ങളെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കുന്നു? എന്താണ് ദൈവവചനത്തിൻ്റെ ധർമ്മം? ഇതൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, വചനവും ജീവിതവും. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വചനത്തിൻ്റെ ധർമ്മം എന്താണ്? അതിൽ നമ്മൾ ചെറിയ കള്ളിയിൽ എഴുതിയിരിക്കുന്നതാണ് ഉത്തരം. ജീവൻ നൽകുക, രൂപാന്തരപ്പെടുത്തുക, വിശുദ്ധീകരിക്കുക, രക്ഷിക്കുക, ശിഷ്യരാക്കുക, സൗഖ്യം നൽകുക, വിമോചിപ്പിക്കുക. അതിലൊന്നാമത്തെ, അത് ഒരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഇനി അതല്ല, വചനത്തിൻ്റെ ധർമ്മം എന്താണെന്നുള്ളൊരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരണമെങ്കിൽ ജീവൻ നൽകുന്ന വചനമാണ്. ഈ ജീവൻ നൽകുന്ന വചനം എന്ന് പറയുമ്പോൾ ഒരു വചനം, ജീവനുമായി ബന്ധപ്പെട്ട ഒരു വചനം ബൈബിളിൽ എടുത്തെഴുതണം. അതിൽ ഏറ്റവും ആപ്റ്റായ വാക്കാണ് ഉൽപ്പത്തി 1:1-3 വരെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. പ്ലസ് ഇതും കൂടെ ചേർക്കാം, പ്രപഞ്ചവും എല്ലാ സൃഷ്ടവസ്തുക്കളും ദൈവത്തിൻ്റെ വചനത്തിലാണ് ഉണ്ടായത്. ദൈവത്തിൻ്റെ വചനം ജീവൻ നൽകുന്നതാണ്. അത് മനുഷ്യമക്കളെ ഉണർത്തുകയും ആത്മീയ പ്രചോദനം നൽകുകയും ചെയ്യുന്നു. ആത്മാവും ജീവനും നൽകുന്ന വചനം പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നു. അതിനാൽ വചനം ജീവദായകമാണ്. തൊട്ട് ക്വസ്റ്റ്യൻ അടുത്തതാണ് രൂപാന്തരപ്പെടുത്തുന്ന വചനം. അപ്പോൾ നമ്മളിതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു വചനം എഴുതാം. രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിന് എന്താണ് എക്സാമ്പിൾ? വചന ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന കാരണം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹെബ്ര 4:12. പിന്നെ എങ്ങനെയാണ് വചനം രൂപപ്പെടുത്തുന്നത്? 4 തരത്തിലാണ് പറയുന്നത്. ഒന്നാമത്തെ, എന്താണ് നന്മയായിട്ടുള്ള കാര്യങ്ങൾ, അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. 2, എന്താണ് തിന്മയായിട്ടുള്ളത്, അതാണ് പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ഒന്നാമത്തെ നന്മയായിട്ടുള്ളത് പ്രവർത്തിക്കണം, 2 തിന്മയായിട്ടുള്ളത് പ്രവർത്തിക്കാൻ പാടില്ല. 3, തിന്മ ചെയ്താൽ എങ്ങനെയാണ് നന്മയിലേക്ക് പോകാൻ പറ്റുക. 4 ചോദിച്ചത് എന്ന് വെച്ചാൽ നന്മയിൽ എങ്ങനെ നിലനിൽക്കാൻ പറ്റും. അതിന് നമ്മൾ വാക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്. പ്രബോധനം, എന്താണ് നന്മ. ശാസനം, എന്താണ് തിന്മ, പ്രവർത്തിക്കാൻ പാടില്ലാത്തത്. തെറ്റുതിരുത്തൽ, തിന്മ ചെയ്താൽ എങ്ങനെ നന്മയിലേക്ക് വരാൻ പറ്റും. അടുത്തത്, നീതിയിലുള്ള പരിശീലനം, നന്മയിൽ നിലനിൽക്കണമെങ്കിൽ എങ്ങനെയാണ് നീതിയിൽ പരിശീലിക്കേണ്ടത്. അടുത്ത്, വിശുദ്ധീകരിക്കുന്ന വചനം. വിശുദ്ധീകരിക്കുന്ന വചനത്തിൽ അതുപോലെ നമ്മൾ പഠിക്കേണ്ടത് 2 വചനമാണ്. ഒന്ന് ലേവ്യ 19:2. ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. അതുപോലെ 2:5-40, മത്തായി 5:48. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണ്ണമായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണ്ണമായിരിക്കും. 2 വചനം എഴുതാം. ഇഷ്ടമുള്ളൊരു വചനം എഴുതി പഠിക്കാം. അടുത്ത, രക്ഷിക്കുന്ന വചനം. ഇതുപോലെ തന്നെ രക്ഷിക്കുന്ന വചനവുമായി ബന്ധപ്പെട്ട ബൈബിൾ വചനങ്ങൾ. വചനമായി ഈശോ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. 1 തീമോത്തിയോസ് 1:15. എന്നൊരു ജോയൽ പ്രവാചകൻ്റെ പുസ്തകമുള്ള വായന 2:32. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്നാണ് ജോയൽ പ്രവാചകൻ്റെ വാക്കുകൾ. ലൂക്ക 23:43. ഞാൻ നിന്നോട് പറയുന്നു, ഇനി എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. അടുത്ത, ശിഷ്യരാക്കുന്ന വചനം. ഈശോ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഈശോ തൻ്റെ അമ്മയും സഹോദരങ്ങളുമായി കണക്കാക്കുന്നു. ലൂക്ക 8:21 ഈശോനെ കാണാനായി അമ്മയും സഹോദരനും പുറത്ത് നിൽക്കുന്നു പറഞ്ഞപ്പോൾ ദൈവവചനം അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും. ശിഷ്യരാക്കുന്ന വചനമാണ് എന്ന് പറഞ്ഞത്. അവിടെ സൗഖ്യം നൽകുന്ന വചനം. വചനം സൗഖ്യദായകമാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ജ്ഞാനം 16:12. കർത്താവെ മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, അവരെ സുഖപ്പെടുത്തുന്നത്. യോഹന്നാൻ 6:68. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. അതുപോലെ മത്തായി 4:23. ഞാൻ അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, എല്ലാ രോഗികളെയും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അടുത്ത 7ാമത്തെ പോയിന്റ്, വിമോചിപ്പിക്കുന്ന വചനം. അതിൽ വിമോചിപ്പിക്കുന്ന വചനത്തിൽ സങ്കീർത്തനം 119:11. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ 1 യോഹന്നാൻ 2:14. നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് എസ്സേ ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ് വചനാധിഷ്ഠിതമായ ജീവൻ നയിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം. അതിൽ 7 പോയിൻ്റാണ്. ദൈവവചനം വായിക്കണം, ദൈവവചനം ശ്രവിക്കണം, ദൈവവചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവവചന അനുസൃതം പ്രവർത്തിക്കണം, ദൈവവചനം
പ്രഘോഷിക്കണം, ദൈവശക്തിക്കായി പ്രാർത്ഥിക്കണം. അതാണ് വചനാധിഷ്ഠിതമായി ജീവിക്കാൻ. ആ ദൈവവചനം വായിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ബ്രീഫായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കാം. എങ്ങനെ ദൈവവചനം വായിക്കണം, ഓക്കെ, എങ്ങനെ ദൈവവചനം ശ്രവിക്കണം എന്നുള്ളത്, അർത്ഥം ഗ്രഹിച്ചു വായിക്കണം, പിന്നെ വചനം ധ്യാനിക്കണം. ഓക്കെ, വചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ച വചനം എന്താണ് ദൈവം നമ്മളോട് പറയുന്നത്, അത് കുറച്ച് നേരം ഇരുന്ന് ചിന്തിക്കണം. ഇനി അത് മാത്രമല്ല, ഇത് കേട്ടതിന് ശേഷം വചനത്തിനനുസരിച്ച് മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസനിൽ വാക്ക് നിറവേറട്ടെ എന്ന് പറഞ്ഞ മാതിരി ഞാൻ കേട്ട വചനം അനുസരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഫലം ഫലം ഉണ്ടാവുകയുള്ളൂ. അടുത്ത ദൈവവചനം പ്രഘോഷിക്കണം. ഈശോ ദൈവപുത്രനായ ഈശോ ലോകരക്ഷകനാണ്. സ്ലീഹന്മാരുടെ പ്രവർത്തനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങിത്തിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു വചനം ഇവിടെ എഴുതിയിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ നിന്നോട് കൽപ്പിച്ചനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും. അത് ദൈവശക്തിക്കായി പ്രാർത്ഥിക്കണം. അത് ദൈവശക്തിക്കായി പ്രാർത്ഥിക്കണമെങ്കിൽ കൂദാശകൾ 7 കൂദാശകളുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മാമോദീസയിലൂടെ ക്രിസ്ത്യാനികളായി, അതിനുശേഷം വിശുദ്ധ കുർബാന, കുമ്പസാരം, കൂദാശകളിലൂടെ നമ്മൾ പ്രാർത്ഥനയുമായി ദൈവത്തോട് ഐക്യം പ്രാപിക്കണം. അതാണ് 7ാമത്തെ പോയിന്റ്. ഇനി ഇത് വചനാധിഷ്ഠിതമായി ജീവൻ നയിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പോൾ 7 കാര്യങ്ങളാണ് വചനാധിഷ്ഠിതമായി ജീവൻ നയിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 9ാമത്തെ ചാപ്റ്ററിൽ